എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിൽ കാണുമ്പോഴേ വിദ്യാർത്ഥികൾക്ക് കാര്യം മനസ്സിലാവും. +1, +2 വിദ്യാർത്ഥികളെ ഈ തംബ്നെയിൽ കാണുന്ന കാര്യമൊന്നും വലിയ തോതിൽ ബാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ +1 വിദ്യാർത്ഥികൾക്ക് ഇത് പൊതുവെ നിയമം നേരത്തെ ഉള്ളതാണ്. പരീക്ഷ കടുപ്പമാണ്. SLC പോലെ സാധാരണ വർഷങ്ങളെ പോലെ 99.9% വിജയമില്ല. A+ കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ പഠിക്കണം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ +1, +2 ഉള്ളതാണ്. എന്നാൽ SLC വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത്തവണ പണി എന്ന് പറഞ്ഞാൽ 8ൻ്റെ പണിയല്ല 16ൻ്റെ പണി തന്നെ കിട്ടിയെന്ന് തന്നെ പറയാം. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ എടുക്കാം. SLC വിദ്യാർത്ഥികൾക്ക് 8ൻ്റെ പണിയല്ല 16ൻ്റെ പണി കിട്ടിയെന്ന് തന്നെ പറയാം. കാരണം എന്താണ്, ഇത്തവണ മുതൽ പരീക്ഷ കടുപ്പമാക്കിയാണ്. തോൽക്കുന്നവരുടെ എണ്ണവും കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ SLCക്ക് മിനിമം മാർക്ക് സംവിധാനം നടപ്പാക്കി. +2 ഏതാണ്ട് +1, +2 പോലെ തന്നെ SLCക്കും എന്ത് ചെയ്തിട്ടുണ്ട്, മിനിമം മാർക്ക് സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട്. 40 മാർക്കിൻ്റെ എക്സാമിൽ ഞാൻ വിദ്യാർത്ഥിയോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. സാധാരണ കഴിഞ്ഞ വർഷം വരെ 40 മാർക്കിൻ്റെ ഒരു റിട്ടേൺ എക്സാമിൽ 10 മാർക്ക് CE ലഭിക്കും. ആ ഒരു വിദ്യാർത്ഥി 2 മാർക്ക് മാത്രമായിരുന്നു എഴുതിയെടുക്കേണ്ടി വന്നിരുന്നത്. 10 മാർക്ക് CE കിട്ടും, 12 കിട്ടി ജയിക്കും. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ എക്സാമിൽ 20 CE കിട്ടും. ഒരു വിദ്യാർത്ഥി 4 മാർക്ക് മാത്രമായിരുന്നു എഴുതിയെടുക്കേണ്ടി വന്നിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ള സിസ്റ്റം എന്ന് പറഞ്ഞത് 40 മാർക്കിൻ്റെ എക്സാമിൽ 10 മാർക്ക് CE ഉണ്ട്. പക്ഷേ അതെന്ത് ചെയ്യാനേ സഹായിക്കൂ, ഗ്രേഡ് കൂടാനേ സഹായിക്കൂ. 12 മാർക്ക് എന്ത് ചെയ്യണം, വിദ്യാർത്ഥിയായാലും വിദ്യാർത്ഥിനിയായാലും എഴുതി തന്നെ വാങ്ങണം. 40 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ 12 കിട്ടിയില്ലെങ്കിൽ, എഴുതി വാങ്ങിയില്ലെങ്കിൽ തോൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ 24 മാർക്ക് എഴുതി തന്നെ വാങ്ങണം. 20 മാർക്ക് CE മാർക്ക് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ആ 20 മാർക്ക് നിങ്ങളുടെ ഗ്രേഡ് നിലവാരം ഉയർത്താൻ മാത്രമേ സഹായിക്കൂ. 24 എന്ത് ചെയ്യണം, ഒരു വിദ്യാർത്ഥി എഴുതി തന്നെ വേണം. എൻ്റെ അറിവിൽ മാത്സ്, ഇംഗ്ലീഷ് പോലെയുള്ള കുറച്ച് സബ്ജക്റ്റുകളാണ് 80 മാർക്കിൻ്റെ, സോഷ്യൽ സയൻസ് പോലുള്ള സബ്ജക്റ്റുകളാണ് 80 മാർക്കിൻ്റെ എക്സാമിൽ ഉള്ളത്. അപ്പോൾ ഈ ഇംഗ്ലീഷിൽ ഒക്കെ എന്ന് പറയുമ്പോൾ 24 മാർക്ക് എഴുതിയെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ഞാനിപ്പോഴും പറയാണ്, നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറുക. നല്ല രീതിയിൽ തന്നെ SLC ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നേറിക്കൊള്ളുക. കാരണം ഇപ്പോൾ +2 വിദ്യാർത്ഥികൾക്കെല്ലാം ഏതാണ്ട് അനുഭവം ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ +1 നല്ല രീതിയിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് +1 നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. +1ൽ ഉഴപ്പിയ വിദ്യാർത്ഥികൾക്ക് സപ്ലി ലഭിച്ചിട്ടും ഉണ്ടാകും. അപ്പോൾ +2 വിദ്യാർത്ഥികൾക്ക് ഏതാണ്ട് ഇതിൻ്റെ കാര്യത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണ് കാര്യത്തിൻ്റെ കിടപ്പ്, സിസ്റ്റം എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ +2 വിദ്യാർത്ഥികൾക്ക് ഒരു ധാരണയുണ്ടാകും. എന്നാൽ SLC വിദ്യാർത്ഥികൾക്കും +1 വിദ്യാർത്ഥികൾക്കുമാണ് ധാരണയില്ലാത്തത്. കാരണം SLC വിദ്യാർത്ഥികൾ എന്താണ്, SLC എഴുതാൻ പോകുന്നത് ചെറിയ വിദ്യാർത്ഥിയാണ്. A+ൻ്റെ കാര്യത്തിലും ബുദ്ധിമുട്ട് തന്നെ വരും. കാരണം 80 മാർക്കിൻ്റെ എക്സാമിൽ 72 അതിന് മേലേക്കോ നിങ്ങൾ വാങ്ങണം. അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ എക്സാമിൽ 36 മേലേക്ക് എന്ത് ചെയ്യണം, 36 മേലേക്കാണ് A+ എടുക്കാൻ വേണ്ടത്. SLC വിദ്യാർത്ഥികൾക്ക് +1 വിദ്യാർത്ഥികൾക്കുമാണ് ഇത് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ +2 വിദ്യാർത്ഥികൾക്ക് ഇതെല്ലാം അറിയാം. കാരണം എന്താണ്, അവർ ഒരു വർഷം +1ൽ ഇരുന്നതാണ്. എങ്ങനെയാണ് ഇപ്പോൾ 40 മാർക്കിൻ്റെ എക്സാമിൽ +1ൽ എന്താണ് 80 മാർക്കിൻ്റെ എക്സാമിൽ 24ഉം 60 മാർക്കിൻ്റെ എക്സാമിൽ 18 ലഭിച്ചില്ലെങ്കിൽ ഫെയിലാകും. അങ്ങനെ ഫെയിലായ വിദ്യാർത്ഥികൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ +1ലും +2ലും CE മാർക്ക് ജയിക്കാൻ സഹായിക്കില്ല. ജയിക്കേണ്ട മാർക്ക് ഞാൻ എഴുതി തന്നെ വാങ്ങണം, എന്നാൽ മാത്രമേ ഞാൻ പാസ്സാവുള്ളൂ എന്നൊരു ധാരണ +2 വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും. എന്നാൽ +1 വിദ്യാർത്ഥികൾക്ക് ആ ധാരണ ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ഞാനൊക്കെ, ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം തന്നെ പറയുകയാണ്, ഞാനൊക്കെ ഏതാണ്ട് +1 പഠിക്കുന്ന കാലത്ത് എന്താണ് ആ SLCയിലൊക്കെ SLC കഴിഞ്ഞ് വന്നു, SLC ഒക്കെ പാസ്സായി വന്നു. +1 ഫുള്ളൊരു എന്താണ് ഭയങ്കര തരത്തിലുള്ള പഠനത്തോടൊന്നും വലിയ ആത്മാർത്ഥത കാണിക്കാതെ കളിയും ചിരിയും മാത്രവുമായി പോയിരുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അത് SLC ജയിച്ചു വന്നതിൻ്റെ ഒരു ഇത് കാരണം. പക്ഷേ കരയാൻ പോകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായി മാറും. കാരണം നിങ്ങൾക്ക് സപ്ലിയുടെ മേൽ സപ്ലി വരും. നിങ്ങൾക്ക് എന്തായിരുന്നു സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. പ്ലസ് വൺ പ്ലസ് ടു എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതിയെടുക്കാം. പക്ഷേ നിങ്ങളത് നിങ്ങൾ കുറച്ചെങ്കിലും എഫേർട്ട് എടുത്തില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം എനിക്ക് പരിചയമുള്ളവരൊക്കെ ഇഷ്ടം പോലെയുണ്ട്. കാരണം പ്ലസ് വണ്ണൊക്കെ ആ SLC ജയിച്ചു വന്ന് ഞാൻ പ്ലസ് വണ്ണ് എത്തി, അതിൻ്റേതായ ഒരു എന്താണ് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു എന്താണ് അതിൻ്റേതായ ഒരു ആഹ്ലാദിപ്പും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. എന്താണ് ഞാനിപ്പോൾ ഞാനിപ്പോൾ SLC കഴിഞ്ഞു, ഞാനിപ്പോൾ പ്ലസ് വൺ എത്തി, എന്താണ് ഫർദർ സ്റ്റഡീസിന് വേണ്ടി എത്തിക്കഴിഞ്ഞു. ഇനി ഇനി വലിയ ഷോ ഓഫും കാര്യങ്ങളും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ആയാലും ഷോ ഓഫും നല്ല ഷോയാക്കി നടക്കലും എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് കൂടുതലും താല്പര്യം. പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പരിചയമുള്ളവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പ്ലസ് വൺ പഠിക്കുമ്പോഴും ഇത് കണ്ട കാഴ്ച തന്നെയാണ്. എന്നാൽ അതിൻ്റെയൊക്കെ പുറകെ നടന്നു കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു അവതാളത്തിലാകും. നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക. SLC ആയാലും പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും ശ്രദ്ധിക്കുക. പരീക്ഷ നിങ്ങൾ എഴുതി തന്നെ വാങ്ങണം. ജയിക്കാനുള്ള മാർക്ക് CE മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കില്ല. നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ നിങ്ങൾ റിട്ടേൺ എക്സാമിൽ മാർക്ക് എഴുതി തന്നെ വാങ്ങണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് ക്രിയ, ദ ഫൗണ്ടർ ഓഫ് ക്രിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.